ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് ആൻഡ് GST എന്ന് പറയുന്ന പേപ്പറിൽ തേർഡ് മോഡ്യൂളിൽ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് അണ്ടർ GST എന്നുള്ളതാണ്. അതായത് ടാക്സ് കളക്ഷൻ, അതേമാതിരി ലെവി എന്ന് വെച്ചാൽ ടാക്സ് ചുമത്തുക എന്നുള്ളതാണ്. ടാക്സ് എന്തിനൊക്കെയാണ് ചുമത്തുന്നത്, അത് കഴിഞ്ഞിട്ട് ആ ചുമത്തി കഴിഞ്ഞാൽ ടാക്സ് കളക്റ്റും ചെയ്യണം. ഇത് രണ്ടും എന്താണ് സർക്കാർ ചെയ്യേണ്ട കാര്യം. പബ്ലിക്കിന് അതിന് ഓരോ പൈസ വാങ്ങുക. കാരണം അവർ ഏൺ ചെയ്ത പൈസ ഒരു വലിയൊരു തുക എന്താണ് പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തികളും കൊടുക്കുന്നത്, അല്ലേ? നമ്മളൊരു പബ്ലിക്കായിട്ട് നമ്മൾ വാങ്ങുന്ന ഓരോ തുണിത്തരങ്ങൾക്കും, അല്ലെങ്കിൽ ഓരോ തുണിത്തരങ്ങൾ പോട്ടെ, ഓരോ വസ്തുക്കൾക്കും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഉപ്പ് മുതൽ കർപ്പൂരം വരെ ടാക്സ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അറിയാതെ പോകുന്നതാണ്. കാര്യം എല്ലാ കൂടത്തിന് ആ ടാക്സും കൂടി ഈടാക്കി ആദ്യമേ ഗവൺമെൻറ് ആ ടാക്സ് അത് ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ടാക്സ് ക്രെഡിറ്റ് വരുത്തിയിട്ട് നമുക്ക് എന്താണ് അവരിത് ആ ടാക്സ് കോർക്കുക, അത് നമുക്ക് എന്താണ് ആ ടാക്സ് അവർ ചുമത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് ചുമത്തുക ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് അണ്ടർ GST ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇസ് ലെവിഡ് ഓൺ സപ്ലൈ ഓഫ് ഓൾ ഗുഡ്സ്. അപ്പോൾ എന്താണ് ലെവി ഓൺ ടാക്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇസ് ലെവീഡ് ഓൺ സപ്ലൈ, അതായത് ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടാക്സ് ചുമത്തപ്പെടുമെന്നാണ് പറയുന്നത്. ഓർ ബോത്ത് എക്സെപ്റ്റ് സപ്ലൈ ഓഫ് ആൽക്കഹോളിക് ലിക്കർ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കേട്ടോ, അത് എന്തിൽ ചുമത്തൂല? ആൽക്കഹോളിക് ലിക്കറിൽ, അതായത് നമ്മൾ മദ്യത്തിൽ ചുമത്തില്ല. ഓക്കെ, പിന്നെ സെലക്റ്റഡ് പെട്രോളിയം പ്രൊഡക്റ്റിൽ ഇപ്പോൾ ടെമ്പററി ആയിട്ട് ചുമത്തൂല. കാര്യം അതിൽ എന്ത് കൊടുക്കുന്നുണ്ട്? ഇപ്പം അതിൽ വാറ്റ് ലെവി ചെയ്യുന്നുണ്ട്. വാറ്റ് ചുമത്തേണ്ടത് വാറ്റ് വാങ്ങുന്നുണ്ട് നമ്മളെ കയ്യിൽ നിന്ന്. ഓക്കെ, കെപ്റ്റ് ഔട്ട് ഓഫ് GST ആൻഡ് GST കൗൺസിൽ ഷാൽ ഡിസൈഡ് ദ ഡേറ്റ് ഫ്രം വിച്ച് ദേ ഷാൽ ബി ഇൻക്ലൂഡഡ് അണ്ടർ GST. ഇപ്പോൾ ഇതുവരെ നോക്കി വെക്കുക. ലെവി ഓഫ് ടാക്സ് എന്താണ്? ലെവി ഓഫ് GST എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എഴുതി വെക്കുക. ഇനി ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് ആണ്. സെക്ഷൻ 8 ഓഫ് GST ആക്ട്, GST കോമ്പൻസേഷൻ ഓഫ് സ്റ്റേറ്റ് ആക്ട് 2017 ഫോംസ് ദ ബേസിസ് ഓഫ് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് സെസ് വിച്ച് വിൽ ബി ലെവീഡ് ഓൺ ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് കോമ്പൻസേഷൻ ടു ദ സ്റ്റേറ്റ്സ്. അതായത് സെക്ഷൻ 8 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് സെസ് വാങ്ങാൻ പറയുന്നുണ്ട്. അതായത് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് സെസ്സിനെ കുറിച്ച് അവിടെ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിവിടെ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് സെസ് ഉണ്ടല്ലോ, അഡീഷണൽ ടാക്സ് ആണ് സെസ്. ഗവൺമെൻറ് ടാക്സിന് പുറത്ത് വേറെ ചെറിയ ടാക്സ് ഈടാക്കുന്നതിൻ്റെ പേരാണ് സെസ് എന്ന് വെച്ചാൽ. അപ്പോൾ അത് ചുമത്തുമ്പോൾ എങ്ങനെയാണ് അത് ചുമത്തപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ചുമത്തപ്പെടുക എന്ന് വെച്ചാൽ സെക്ഷൻ 8 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? കോമ്പൻസേഷൻ ഓഫ് സെക്ഷൻ 8 ഓഫ് GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്സ് ആക്ട് 2017 ഫോംസ് ദ ബേസിസ് ഫോർ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് സെസ് which shall be levied on for the purpose of providing compensation to the state. സ്റ്റേറ്റുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ ഫോർ ലോസ് ഓഫ് റവന്യൂ ലോസ് കാരണം അറൈസിങ് ഓൺ അക്കൗണ്ട് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, അറൈസിങ് ഓൺ അക്കൗണ്ട് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വിത്ത് എഫക്ട് ഫ്രം ദ ഡേറ്റ് വിച്ച് പ്രൊവിഷൻസ് ഓഫ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വെയർ ബോട്ട് ഇൻ ഫോഴ്സ് ദ സെസ് ഈസ് ലെവീഡ് ഓൺ. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 8 മുതൽ, അതായത് ലെവി ആൻഡ് കളക്ഷൻ, റൈറ്റ് എ നോട്ട് ഓൺ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ്, അങ്ങനത്തെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് എങ്കിൽ സെക്ഷൻ 8 മുതൽ എന്താണ് ലെവി ഓൺ ദ പർപ്പസ് ഫോർ കോമ്പൻസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഫോർ ലോസ് ഓഫ് റവന്യൂ വരെ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്തിട്ട് എന്താണ് ദ സെസ് ഈസ് ലെവീഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോയിന്റുകൾ മാർക്ക് ചെയ്യുക. സച്ച് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, അതായത് ഇൻട്രാ സ്റ്റേറ്റ്, രണ്ട് സ്റ്റേറ്റുകൾ, ഇപ്പോൾ കേരളവും തമിഴ്നാടും എന്താണ് തമ്മിൽ ഈ ട്രേഡിങ് നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ആൾക്കാർ തമിഴ്നാട്ടിലെ ആൾക്കാർ കേരളത്തിലേക്ക് സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ചില സ്റ്റേറ്റുകൾക്ക് പണ്ടത്തെ അപേക്ഷിച്ച് എന്താണ് ചിലപ്പോൾ പണ്ട് ഉണ്ടാക്കുന്ന സ്റ്റേറ്റ് കൂടുതൽ മാനുഫാക്ചർ ചെയ്യുന്ന തമിഴ്നാടായിരിക്കും കൂടുതൽ എന്ത് കിട്ടുക? ടാക്സ് കിട്ടുക. അപ്പോൾ അതിന് നേരെ മറിച്ച് ഡെസ്റ്റിനേഷനാണ്. കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ് കേരളമാണ്. ചിലപ്പോൾ ഇപ്പോൾ കേരളത്തിലേക്കും കൂടുതൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ലൂസിങ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഇവിടെ വരുന്ന എന്താണ് ഈ പറയുന്ന കോമ്പൻസേഷൻ കിട്ടേണ്ട സ്റ്റേറ്റ്, ലോസ് ഓഫ് റവന്യൂ വരുന്ന സ്റ്റേറ്റ്, അവർക്ക് കൊടുക്കാൻ വേണ്ടി, അതായത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ വരുമെന്നാണ് ഓർ ബോത്ത് ആസ് പ്രൊവൈഡ് അണ്ടർ സെക്ഷൻ 9 ഓഫ് ദ സെൻട്രൽ ഗുഡ്സ് ആൻഡ് CGST ആക്ടിലാണ് പറയുന്നത്. സച്ച് ഇൻട്രാ സ്റ്റേറ്റ്, ഇത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്, സോറി ഇത് ഇൻ്റർ അല്ല, ഇത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്. ഇൻട്രാ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്, സോറി ഇത് ഇൻട്രയാണ്. ഇൻട്രാ എന്ന് വെച്ചാൽ കേരളത്തിനുള്ളിൽ തന്നെ എന്താണ് വിനിമയം, തമിഴ്നാട്ടിലേക്ക് പോകുന്നില്ല, കേരളത്തിനുള്ളിൽ തന്നെ. അപ്പോൾ കേരളത്തിനുള്ളിൽ തന്നെ വിനിമയം നടക്കുന്നത്. ഇൻ്റർ സ്റ്റേറ്റ് വരുമ്പോൾ എന്താണ് അത് കേരളത്തിന് തമിഴ്നാടിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ ഇടയിൽ.
Such interstate supplies of goods or service or both as provided for in സെക്ഷൻ 5 ഓഫ് ദ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഈ രണ്ട് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ. ഇത് കഴിഞ്ഞാൽ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് കോസ്റ്റ് CGST, സോറി കോസ്റ്റ് അല്ല, CGST ആണ്. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ്, അതൊന്ന് തിരുത്തണേ. ടെക്സ്റ്റിൽ പേജ് നമ്പർ വരുന്നത്, പേജ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ പേജ് നമ്പർ 129 അതിൽ ഇവിടെ കോസ്റ്റ് എന്നല്ല, ഇവിടെ എന്ത് വരുന്നു വെച്ചാൽ CGST. സെക്ഷൻ 9 ലെവി ആൻഡ് കളക്ഷൻ ഓഫ് CGST, SGST, IGST, UTGST ആണ്. സെക്ഷൻ 9 ഇൻ ദ ചാർജിങ് സെക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് and service under GST as per section 9 subsection 1 there shall be levied a tax called central goods service tax CGST, union territory goods and service tax, state goods and service tax, which shall be levied on all intrastate supply of goods. അതായത് ഈ ഒരു പോയിന്റ് വരെ മാർക്ക് ചെയ്ത് വെക്കുക. shall be collected in such a manner may be prescribed and shall be paid by taxable person. അതായത് കളക്ഷൻ ആൻഡ് ലെവി ഓഫ് CGST, SGST, IG. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് CGST ആണ്. കോസ്റ്റ് അല്ല, സോറി, CGST ആട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞാൽ തിരുത്തുക, CGST ആണ്. അപ്പോൾ ഇതുവരെ മാർക്ക് ചെയ്ത് പഠിക്കുക അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ നോക്കുന്നത് പോകണ്ട. പിന്നെ ലെവി ഓഫ് ടാക്സ്, എവരി ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ വിൽ ബി ലയബിൾ ഓഫ് ടാക്സ്. അതായത് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈക്ക് എപ്പോഴൊക്കെയാണ് ടാക്സ് വരിക? ഹൗ വിൽ എവരി ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ വിൽ ലയബിൾ ഫോർ ടാക്സ് ഇഫ് ഇതാണ് ദർ ഇസ് സപ്ലൈ either of goods and service or both, even when in supply involves goods or service. അതുവരെ മാർക്ക് ചെയ്ത് വെക്കുക. The supply is an interstate supply which is ordinarily location of the supplier and the place of the supply are in different state. അത് മൂന്നെന്താണ്? സപ്ലൈ ഷാൽ ബി the tax shall be payable by a taxable person. ഈ മൂന്ന് പോയിന്റുകളിൽ ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് എന്താണ് ഓർ ബോത്ത് വരെ, പിന്നെ എന്താണ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് വരെ, ടാക്സബിൾ പേഴ്സൺ വരെ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇനി ദ ടാക്സ് പേയബിൾ ബൈ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഓൺ നോട്ടിഫൈഡ് സർവീസസ്. ദ ഗവൺമെൻറ് മേ നോട്ടിഫൈ സ്പെസിഫിക് കാറ്റഗറീസ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടാക്സ് പേയബിൾ ബൈ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഓൺ നോട്ടിഫൈഡ് സർവീസസ് ആണ്. അതായത് ഇലക്ട്രോണിക് കോമേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ചില നോട്ടിഫൈഡ് ആയിട്ടുള്ള സർവീസുകൾക്ക് എന്താണ് ടാക്സ് വരും. സോ ദ ഗവൺമെൻറ് മേ നോട്ടിഫൈ സ്പെസിഫിക് കാറ്റഗറീസ് ഓഫ് സർവീസസ് ദ ടാക്സ് ഓൺ ഇൻട്രാ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിനുള്ളിൽ, അതായത് ഇപ്പോൾ കേരളത്തിനുള്ളിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രോണിക് സർവീസസ് കൊടുക്കുകയാണെങ്കിൽ ഓഫ് വിച്ച് ആൽ പെയ്ഡ് ബൈ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ വിച്ച് ഇസ് നോൺ ആസ് ECO. അപ്പോൾ അതായത് വാട്ട് യു മീൻ ബൈ an ECO എന്ന് ചോദിക്കുകയാണെങ്കിൽ an ECO ഇസ് an ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ എന്നുള്ളതാണ് ആൻസർ കേട്ടോ. ഇഫ് സച്ച് സർവീസസ് ആർ സപ്ലൈഡ് ത്രൂ ഇറ്റ്. അതായത് നമ്മൾ ഈ ഗവൺമെൻറ് ചില നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ചില ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ സർവീസുകൾ ഇലക്ട്രോണിക്കലി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കണം. അത് ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ ഓൾ പ്രൊവിഷൻസ് റെലവൻറ്റ്. അത് കഴിഞ്ഞിട്ട് അത് കൊടുത്തിട്ടുണ്ട്, ഇഫ് ദ ECO ഇസ് ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി ദ പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ് ഇസ് ദ ECO. അതായത് ആ ECO ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഇലക്ട്രോണിക് കോമേഴ്സ് ഇതുണ്ടല്ലോ ഓപ്പറേറ്റേഴ്സ്, അത് ടാക്സബിൾ ടെറിട്ടറിയിലാണെങ്കിൽ അപ്പോൾ പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ് ആണ് ECO. ഇഫ് ദ ECO ഡസ് നോട്ട് ഹാവ് ഫിസിക്കൽ പ്രസൻസ് ഇൻ ദ ടാക്സബിൾ ടെറിട്ടറി ദ പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ് ഇസ് ദ പേഴ്സൺ റെപ്രസെൻറ്റിംഗ് ദ ECO. അമേരിക്കയിൽ ഇരുന്നിട്ടാണ് ഇവിടെ കേരളത്തിലൊരു ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റിംഗ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ ആ അമേരിക്കക്കാരനെ അടയ്ക്കാൻ പറ്റില്ല ടാക്സ്, ആ അമേരിക്കക്കാരനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ് ഇവിടെ ടാക്സ് അടയ്ക്കേണ്ടത്. if the ECO has neither the physical presence nor any representative in taxable territory. അതായത് ഒരു ഫിസിക്കൽ പ്രസൻസും ഇല്ല, പക്ഷെ എന്താണ് ഒരു റെപ്രസെൻറ്റേറ്റീവ് ഇല്ലെങ്കിൽ എന്താണ് ദ പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ് ഇസ് ദ പേഴ്സൺ അപ്പോയിൻറ്റഡ് ബൈ ദ ECO. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് അല്ല, ആരെങ്കിലും വ്യക്തി ഇവിടെ അയാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അയാളാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അയാൾക്ക് റെപ്രസെൻറ്റേറ്റീവോ അയാളോ ഇവിടെ ഇല്ല, അമേരിക്കയിലെ ഒരാളാണ്, അയാൾക്ക് ഇവിടെ ഒരു എന്തില്ല, ഒരു റെപ്രസെൻറ്റേറ്റീവ് ഇല്ല. പക്ഷേ അയാൾ ഇവിടെ ആരെങ്കിലും എംപ്ലോയി ചെയ്തിട്ടുണ്ട്, അയാൾ ആരെങ്കിലും ഇവിടെ ജോലിക്ക് വെച്ചിട്ടുണ്ട്, അപ്പോൾ അയാൾ അടയ്ക്കേണ്ടി വരും കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട്. ഓക്കെ, അതാണ് ECO സംബന്ധിച്ച് എന്ത് ടാക്സ് വരുന്നത്, ടാക്സ് പേയബിൾ ബൈ ദ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ. അത് കഴിഞ്ഞ് അടുത്തതാണ് റിവേഴ്സ് ചാർജ് ടാക്സ് ആണ്.
ഓക്കെ, ഇനി ലിമിറ്റേഷൻസ് ഓഫ് ജി എസ് ടി കോമ്പോസിഷൻ സ്കീമാണ്. ജി എസ് ടി കോമ്പോസിഷൻ സ്കീമിൽ ലിമിറ്റേഷൻ എന്തൊക്കെയാണ്? ഒന്ന്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈനെ കുറിച്ച്, അതായത് സ്റ്റേറ്റുകൾ തമ്മിൽ, ഇൻട്രാ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ്, ഇൻ്റർ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള സപ്ലൈനെ കുറിച്ചൊന്നും പറയുന്നില്ല. കാണ്ട് ചാർജ് ടാക്സ് ഫ്രം ദെയർ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് ചാർജ് ചെയ്യാൻ പറ്റില്ല. പേ ടാക്സ് ഫ്രം ഓൺ പോക്കറ്റ്, സ്വന്തം കീശയിൽ നിന്ന് ടാക്സ് അടയ്ക്കണം. പിന്നെ സ്ട്രിക്റ്റ് പെനാൽറ്റി പ്രൊവിഷൻസ്, ഈ ഒരു പോയിന്റ് വരെ മാത്രം എഴുതിയാൽ മതി. അതായത് ഈ പോയിന്റിൽ, അഞ്ചാമത്തെ പോയിന്റിലെ ഇത് കൂടുതലായിട്ട് എഴുതേണ്ട, ഇതുവരെ നോക്കി വെച്ചാൽ മതി. അതാണ് ലിമിറ്റേഷൻസ് ഓഫ് ജി എസ് ടി കോമ്പോസിഷൻ സ്കീം. ഇനി ജി എസ് ടി ടാക്സ് സ്ട്രക്ചറാണ്. ഇപ്പോൾ ജി എസ് ടിൻ്റെ ടാക്സ് സ്ട്രക്ചർ അല്ലെങ്കിൽ ടാക്സ് നിരക്കുകൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അണ്ടർ ജി എസ് ടി ഗുഡ്സ് സർവീസ് ആൻഡ് ടാക്സ് 0%, 5%, 12%, 18%, 28%. 0, 5, 12, 18, 28 ഇതാണ് അതിൻ്റെ റേറ്റ്. 0, 5, 12, 18, 28 ആണ്. ദർ ഇസ് എ സ്പെഷ്യൽ റേറ്റ് ഓഫ് 0.25%. അതായത് പ്രഷ്യസ് അല്ലെങ്കിൽ സെമി പ്രഷ്യസ് സ്റ്റോണിന് 0.25% ആണ്. ഇനി 3% എന്താണ് ഗോൾഡിന് വരിക. ഇൻ അഡീഷൻ എ സെസ് ഓഫ് 15% ആൻഡ് അതർ റേറ്റ്സ് ഓൺ ടോപ്പ് 28%. ഡി എസ് ടി അപ്ലൈസ് ടു ഫ്യൂ ഐറ്റംസ് ലൈക്ക് എയറേറ്റഡ് ഡ്രിങ്ക്സ്. 28% എന്നാണ് നമ്മൾ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ കോള പോലത്തെ ലക്ഷറി കാറുകൾക്ക്, ടൊബാക്കോ പ്രൊഡക്റ്റിനൊക്കെ 28% ജി എസ് ടി വരുന്നുള്ളതാണ്. ഓക്കെ, ജി എസ് ടി കൗൺസിൽ ഇൻ ദ 23rd മീറ്റിംഗ് ഓൺ November 10, 2017 recommended widespread changes in goods and service tax. അതായത് 17 നവംബർ 10 ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കൗൺസിൽ ഹാഡ് ഡിസൈഡ് ടു കീപ് ദ ഹയസ്റ്റ് റേറ്റ്, അതായത് ഹയസ്റ്റ് റേറ്റ് 28 ടാക്സ് ഓൺ ലക്ഷറി ആൻഡ് സിൻഫുൾ ഐറ്റംസ്. ആസ് റിസൾട്ട് ഓഫ് 177 ഐറ്റംസ് ഹാവ് ബീൻ ഷിഫ്റ്റഡ് ടു ദ, അതായത് ലക്ഷറി ഐറ്റംസിന് 28%-ൽ നിന്ന് 18%-ലേക്ക് മാറ്റി. ജി എസ് ടി ഓൺ മെനി ഐറ്റംസ് ഹാവ് ഓൾസോ ബീൻ റെഡ്യൂസ്ഡ്. 5 മേജർ സ്ലാബ് ഇപ്പോൾ ഉള്ളത് 0, 1, 5, 12, 18, 28 0.25 എന്തിലാണ് വരുന്നതെന്ന് വെച്ച്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 സ്പെഷ്യൽ ടാക്സസ് വേറെ ഉണ്ടല്ലോ. 0.25 ഫോർ റഫ് പ്രഷ്യസ് ഓർ സെമി പ്രഷ്യസ് സ്റ്റോൺ, 3% ഓൺ ഗോൾഡാണ്. ഗോൾഡിന് മാത്രം ഒരു പ്രത്യേക സ്ലാബാണ്, 3% ഗോൾഡിന്. ഒക്കെ നോക്കി വെക്കാം. അപ്പോൾ ഈ റേറ്റുകൾ നിങ്ങൾ നോക്കി വെക്കുക. അതിൽ 0 റേറ്റിൽ എന്തൊക്കെ വരുന്നത് വെച്ചാൽ ഈ ഒരു ഇതിലൊരു ഒരു 3-4 നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. കാരണം ഈ റേറ്റ് വെച്ചൊരു ഘടകമാണ്. ഈ റേറ്റിനെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കും. 0 റേറ്റിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? പ്രിൻറ്റഡ് ബുക്കുകൾ, ജുഡീഷ്യൽ പേപ്പേഴ്സ്, ന്യൂസ് പേപ്പറുകൾ, എഗ്സ്, ഫ്ലോർ, ബീസൺ, ഹാൻഡ്ലൂം, ബാംഗിൾസ്, നാച്ചുറൽ ഹണി, സിന്ദൂർ, കേർഡ്, ബിന്ദി, സോൾട്ട്, ബ്രെഡ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫോർട്ടിഫൈഡ് മിൽക്കേഴ്സ്, പിന്നെന്താണ് സാൽ ലീവ്സ്, ബ്രൂം, റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ബ്രൂംസ്, സിൽവർ, ഗോൾഡ്. ഇതിന് 0 റേറ്റ്. ഗോൾഡിന് ഒരു 3% വേറെ വരുന്നുണ്ട്. ഇത് പ്യുവർ ഗോൾഡിനാണ് പറഞ്ഞത്. ആഭരണങ്ങൾക്കാണ് 3% ജി എസ് ടി. ഇനി 0.2% റേറ്റ് എന്തിനാണ് വരുന്നത്? അതായത് ദ സ്മോൾ റേറ്റ് ഈസ് ചാർജ് ഓൺലി ഫ്യൂ ഗുഡ്സ് ലൈക്ക് ഡയമണ്ട്സ്, നോൺ ഇൻഡസ്ട്രിയൽ അൺവർക്ക്ഡ് പ്രഷ്യസ് സ്റ്റോൺ, ഡയമണ്ട് അല്ലാത്ത മറ്റ് സ്റ്റോണുകൾ, സെമി പ്രഷ്യസ് സ്റ്റോൺ, അൺവർക്ക്ഡ്, സിന്തറ്റിക് ഓർ റീകൺസ്ട്രക്റ്റഡ് സെമി പ്രഷ്യസ്. അത് ഈ കല്ലുകൾക്കാണ്, വജ്രങ്ങൾക്കും കല്ലുകൾക്കൊക്കെയാണ് 0.25%. അതിലൊരു ഡയമണ്ട്സ് ആൻഡ് അതർ എന്താണ് പ്രഷ്യസ് സ്റ്റോൺസ് എന്ന് എഴുതിയാൽ മതി. പിന്നെ റേറ്റ് 3% എന്നാണ് ബേസ് മെറ്റൽ, ഗോൾഡ്, സിൽവർ, ആർട്ടിക്കിൾസ് ഫോർ ജ്വല്ലറി, ഇമിറ്റേഷൻ ജ്വല്ലറി, ഇതിനൊക്കെയാണ് 3% വരിക. കോയിൻ, വേസ്റ്റ് ആൻഡ് സ്ക്രാപ്പ് ഓഫ് സ്പെഷ്യസ് മെറ്റൽസ്, ഇതൊക്കെ വരും 3%. പിന്നെ 5% എന്തൊക്കെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് ഫില്ലറ്റിന് വരും, മിൽക്ക് പൗഡറിന് വരും, വെജിറ്റബിൾസ്, കോഫി, കോള്, ഫെർട്ടിലൈസേഴ്സ്, ടീ, സ്പൈസസ്, പിസ്സ ബ്രെഡ്, കെറോസിൻ, ആയുർവേദിക് മെഡിസിൻ, അഗർബത്തി, സ്ലൈസ്ഡ് ഡ്രൈ മാംഗോ, ഇൻസുലിൻ, കാഷ്യൂനട്ട്, അൺബ്രാൻഡഡ് നംകീൻ, ലൈഫ് ബോട്ട്, എത്തനോൾ, ഇതിനൊക്കെ വരും. ഇനി 12% സ്ലാബ് എന്തിനാണ് വരിക എന്ന് വെച്ചാൽ ഫ്രോസൺ മീറ്റ്, ബട്ടർ, ചീസ്, ഗീ. ഈ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കട്ടോ. പിക്കിൾസ്, സോസേജസ്, ഫ്രൂട്ട് ജ്യൂസ്, നംകീൻ, ടൂത്ത് പൗഡർ, മെഡിസിൻ, അംബ്രല്ല, ഇൻസ്റ്റൻറ്റ് ഫുഡ് മിക്സ്, സെൽഫോൺ, സൂയിങ് മെഷീന്, ഹാൻഡ് മെയ്ഡ് യാൺ, ഹാൻഡ് ബാഗ്സ് ഇൻക്ലൂഡിംഗ് പൗച്ചസ് ആൻഡ് പേഴ്സ്, ജ്വല്ലറി ബോക്സ്, വുഡൻ ഫ്രെയിം ഫോർ പെയിൻറ്റിങ്, ഫോട്ടോഗ്രാഫ്, മിറർ, എക്സെട്ര. സർവീസസ് എന്നാണ് ബോത്ത് എയർ ടിക്കറ്റിന് വരും. എയർ സർവീസിന് 12% ജി എസ് ടി ഉണ്ട്. സ്ലാബ് ഓൾസോ ഇൻക്ലൂഡ്സ് മൂവി ടിക്കറ്റ് പ്രൈസ്ഡ് അണ്ടർ, മൂവി ടിക്കറ്റ് 100 രൂപയ്ക്ക് താഴെയാണെങ്കിൽ 12% ജി എസ് ടി വരിക. ഇനി 18% ജി എസ് ടി എന്തിനാ, ഒരുപാട് സംഗതിക്കുണ്ട്. അതിൽ നിങ്ങളൊരു 10 പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. എല്ലാം പഠിക്കേണ്ട. ഷുഗർ, കോൺഫ്ലേക്സ്, പാസ്ത, പേസ്ട്രി, കേക്ക്, ഡിറ്റർജൻറ്റ്, വാഷിംഗ്, ക്ലീനിങ് പ്രിപ്പറേഷൻസ്, സേഫ്റ്റി ഗ്ലാസ്, മിറർ, ഗ്ലാസ് വെയർ, ഷീറ്റ്, പമ്പ്, കംപ്രസർ, ഫാന്, ലൈറ്റ് ഫിറ്റിംഗ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചോക്ലേറ്റ്, പ്രിസർവ്ഡ് വെജിറ്റബിൾസ്, ട്രാക്ടർ,
ഐസ്ക്രീം, സോസ്, സൂപ്പ്, മിനറൽ വാട്ടർ, ഡിയോഡ്രൻറ്റ്, സൂട്ട് കേസ്, ബ്രീഫ് കേസ്, വാനിറ്റി കേസ്, ഓയിൽ പൗഡർ, ചൂയിങ് ഗം, ഹെയർ ഷാമ്പൂ, പ്രിപ്പറേഷൻ ഫോർ ഫേഷ്യൽ മേക്കപ്പ്, ഷേവിംഗ് ആൻഡ് ആഫ്റ്റർ ഷേവ് ഐറ്റം, വാഷിംഗ് പൗഡർ, റെഫ്രിജറേറ്റർ, ഹെൽത്ത് വാട്ടർ ഹീറ്റർ, വാഷിംഗ് മെഷീൻ, ടെലിവിഷൻ അപ് ടു 68 സെൻറ്റിമീറ്റർ, വാക്യൂം ക്ലീനർ, പെയിൻറ്റ്, ഹെയർ ഷേവേഴ്സ്, ഹെയർ കേളേഴ്സ്, ഹെയർ ഡ്രയേഴ്സ്, സെൻറ്റ് സ്പ്രേസ്, ലിഥിയം അയോൺ ബാറ്ററീസ്, ഡിറ്റർജൻറ്റ്, സ്റ്റോൺസ് യൂസ്ഡ് ഇൻ ഫ്ലോറിംഗ്, മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, ലെതർ ക്ലോത്തിങ്, റിസ്റ്റ് വാച്ച്, കുക്കേഴ്സ്, സ്റ്റവ്, കട്ട്ലറി, ടെലിസ്കോപ്പ്, ഗോഗിൾസ്, ബൈനോക്കുലേഴ്സ്, ഓയിൽ പൗഡർ, കൊക്കോ ബട്ടർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, റേസർ ബ്ലേഡ്, വയർ, പാനൽ, ഇതൊക്കെ ഐറ്റംസാണ്. വീഡിയോ ഗെയിം, ക്യാരേജ്. പിന്നെ റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ഹോട്ടൽ വിത്ത് താരിഫ് 7,500 ആൻഡ് അബോവ്. ഔട്ട്ഡോർ കേറ്ററിംഗ് എന്താണ് 100 രൂപ. മൂവി ടിക്കറ്റ് 100 രൂപക്ക് മുകളിലാണെങ്കിൽ എന്താണ് 18%. 100 രൂപക്ക് താഴെയാണെങ്കിൽ 12 ആണെങ്കിൽ 100 രൂപക്ക് മുകളിലാണെങ്കിൽ 18% എന്ത് വരിക, GST വരിക. ഇനി സ്ലാബ് 28% വരുന്നത്. ഓക്കെ, 28%-ൽ 200 ഗുഡ്സിലധികം ഉണ്ട്. അതിലെന്താണ് പാൻ മസാല, ഡിഷ് വാഷർ, വെയിങ് മെഷീൻ, പെയിൻറ്റ്, സിമെൻറ്റ്. അത് സിമെൻറ്റിനൊക്കെ 28% GST. കാര്യം അപ്പോൾ ബിൽഡേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ബിൽഡേഴ്സല്ല, കെട്ടിട നിർമ്മാണത്തിന് ബുദ്ധിമുട്ടാണ്. വേക്കം ക്ലീനർ, അതർ ഐറ്റംസ്, ഓട്ടോമൊബൈൽ, ഹെയർ ക്ലിപ്പേഴ്സ്, ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ഇതിനൊക്കെ എന്താണ് ഈ പറഞ്ഞ 28% GST വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൽ സ്ലാബിൻ്റെ നിരക്കിൽ പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്താണെന്നുള്ളതാണ്. When a single tax is replacing multiple taxes, the question arises as to whether it reduces the gross revenue of the government and are the government becoming poorer. The answer to all the above question is that government fixes GST rate in such a way that gross revenue of the government even after it levies GST remains the same. റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻപ് വിചാരിച്ചത് വാറ്റുള്ള കാലത്ത് ഗവൺമെൻറ് കൂടുതൽ വരുമാനം കിട്ടുകയും വാറ്റ് വരാത്ത കാലത്ത് അല്ലെങ്കിൽ GST വന്നപ്പോൾ എല്ലാം കൂടി ഏകീകരിച്ച് GST ഉണ്ടാക്കിയല്ലോ, അപ്പോൾ ആ നിരക്ക് ഏകീകരണം വന്നതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് റവന്യൂ കുറയുമെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, ഒരു ന്യൂട്രൽ റേറ്റ് വെച്ചിട്ടാണ് ഗവൺമെൻറ് ഈ നിരക്കുകൾ ഓരോന്നും ഫിക്സ് ചെയ്തത്. കാരണം ഗവൺമെൻറ് റവന്യൂ കുറയാൻ പാടില്ല. കാര്യം ഗവൺമെൻറ് എന്താണ് ഒരുപാട് ഈ പറഞ്ഞ ഗവൺമെൻറ് സർവൻസ് തന്നെയാണ് ആ നിരക്ക് ഉണ്ടാക്കുന്നത്. കാര്യം അവർക്കാണ് കൂടുതൽ ശമ്പളങ്ങൾ, ജനങ്ങളുടെ കയ്യിൽ നിന്ന് ശമ്പളം അവരാണ് വാങ്ങിയെടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി GST കൗൺസിൽ എന്താണെന്നുള്ളതാണ്, അത് ചോദ്യം വരും. GST കൗൺസിൽ, GSTC. അതിൽ ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ക്രിയേറ്റഡ് ഫോർ ടേക്കിംഗ് പോളിസി. സോ GST കൗൺസിൽ, അത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അതായത് ഭരണഘടനാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ക്രിയേറ്റഡ് ഫോർ ടേക്കിംഗ് പോളിസി ഡിസിഷൻസ് അബൌട്ട് ഇൻട്രഡക്ഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് GST, ഇൻക്ലൂഡിങ് അബൌട്ട് എക്സംഷൻസ്, ടാക്സ് റേറ്റ്, ടാക്സ് ക്രെഡിറ്റ്. ഇതുവരെ മാർക്ക് ചെയ്ത് പഠിക്കുക. അതെന്താണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ക്രിയേറ്റഡ് ഫോർ ടേക്കിംഗ് പോളിസി ഡിസിഷൻസ് ആൻഡ് ഇൻട്രഡക്ഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് GST, ഇൻക്ലൂഡിങ് അബൌട്ട് ടാക്സ് എക്സംഷൻസ്, ടാക്സ് റേറ്റ് ആൻഡ് ടാക്സ് ക്രെഡിറ്റ്. ഇനി കോമ്പോസിഷൻ ഓഫ് GST കൗൺസിലാണ്. GST കൗൺസിൽ ആരൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 36 സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൽ കൗൺസിലിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആസ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആർട്ടിക്കിൾ 279A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 279A പ്രകാരമാണ് GST കൗൺസിൽ രൂപീകരിച്ചത്. ദ മെക്കാനിസം ഓഫ് GST കൗൺസിൽ വുഡ് എൻഷുർ ഹാർമണൈസേഷൻ ഓൺ ഡിഫറെൻറ്റ് ആസ്പെക്ട് ഓഫ് GSTൻ്റെ പല ആസ്പെക്റ്റുകൾ ഹാർമണൈസ് ചെയ്യാൻ സഹായിക്കുന്നു ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് ആസ് വെൽ ആസ് എമംഗ് സ്റ്റേറ്റ്. Now as various provisions of GST are to be acted on recommendation of the GST Council, which itself is a body of central states represented by ഫിനാൻസ് മിനിസ്റ്റേഴ്സ്. അതായത് സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സാണ് GST കൗൺസിലുള്ളത്. ഫിനാൻസ് മിനിസ്റ്റേഴ്സ് വരെ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് ചെയർപേഴ്സൺ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ് ഉണ്ടായത്, റവന്യൂ ഫിനാൻസ് മെമ്പറായിട്ട്. പിന്നെ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ ഓർ എനി അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ഈച്ച് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിന് ഒരു ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുണ്ടാവും. ഇനി ഫങ്ഷൻസ് അല്ലെങ്കിൽ പവേഴ്സ് ഓഫ് GSTC, അത് GST കൗൺസിലിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫങ്ഷൻ ഓഫ് GST ചോദിക്കുകയാണെങ്കിലും പവേഴ്സ് ഓഫ് GST ചോദിക്കുകയാണെങ്കിലാണ് ഒരേ ഉത്തരം തന്നെ എഴുതുക എന്നുള്ളതാണ്. ടാക്സസ്, സെസ്സസ് ആൻഡ് സർചാർജസ് ലെവിഡ് ബൈ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ബോഡീസ് വിച്ച് മേ ബി സബ്സ്യൂംഡ് ബൈ ദ GST. GSTക്ക് ഇതാണ് യൂണിയനും സ്റ്റേറ്റും ലോക്കൽ ബോഡിയൊക്കെ വാങ്ങുന്ന
ടാക്സുകൾ എന്താണ് സെസ്സൊക്കെ സബ്സ്യൂം ചെയ്യാൻ വാങ്ങിയെടുക്കാൻ സാധിക്കുന്നതാണ്. ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് മേ ബി സബ്ജക്റ്റഡ് ടു ഓർ എക്സംപ്റ്റഡ് ഫ്രം GST. അപ്പോൾ ഏതൊക്കെ ഗുഡ്സാണ് ഏതൊക്കെ സർവീസുകളാണ് GSTയിൽ ഉൾപ്പെടുത്തേണ്ടത്, ഏതൊക്കെയാണ് എക്സംപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും GST കൗൺസിലാണ് തീരുമാനിക്കുക. മോഡൽ GST ലോസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലെവി, അപ്പോർഷൻമെൻറ്റ് ഓഫ് IGST, പ്രിൻസിപ്പിൾസ് ഓഫ് ദാറ്റ് ഗവേൺ പ്ലേസ് ഓഫ് സപ്ലൈ, ഇതൊക്കെ തീരുമാനിക്കുക GST IC ആണ്. ത്രഷോൾഡ് ലിമിറ്റ് ഓഫ് ടേൺ ഓവർ ബിലോ വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസ് മേ ബി എക്സംപ്റ്റഡ് ഫ്രം GST. The rates including floor rate with bands of GST. Any special rates for a specified period. ഇതൊക്കെ ഈ ഒരു 6 പോയിൻ്റുകളൊന്ന് പഠിച്ചു വെക്കുക. അതായത് എത്ര റേറ്റ് നിരക്കുകൾ വേണം, എത്ര ടേൺ ഓവർ നോക്കിയിട്ടാണ് നമ്മൾ GST ഈടാക്കുക, സ്പെഷ്യൽ റേറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഈടാക്കാം. ഇതൊക്കെ എന്താണ് GST കൗൺസിലിൻ്റെ പവർ അല്ലെങ്കിൽ ഫംഗ്ഷനാണ്. ഇനി നേച്ചർ ഓഫ് GST കൗൺസിലാണ്. GST കൗൺസിൽ വിൽ ബി എ കോസി ലെജിസ്ലേറ്റീവ് കം അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ്. അതിനെന്തുണ്ട്, ഒരു ലെജിസ്ലേറ്റീവിന് സ്വഭാവമുണ്ട്. ഒരു നിയമസഭേൻ്റെയോ അങ്ങനെ ഒരു അംഗീകാരം കിട്ടണമല്ലോ. നിയമസഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ അല്ലെങ്കിൽ ലോകസഭയിലൊക്കെ ലെജിസ്ലേഷൻസ് ആണല്ലോ. നിയമനിർമ്മാണ സഭേൻ്റെ ഒരു സ്വഭാവത്തിനുണ്ട്. കാര്യം കുറേ പേര് കൂടും, അവരാണ് തീരുമാനങ്ങൾ എടുക്കുക, അതിന് വോട്ടിനിടും, അങ്ങനെ തീരുമാനിക്കുക ചെയ്യാം. പക്ഷേ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ്, അതെന്താണ് ഒരു ഗവൺമെൻറ് ഓഫീസ് പോലെ തന്നെയാണ്. ഇനി ഡിസിഷൻസ് ഓഫ് GST കൗൺസിലാണ്. അപ്പോൾ the Constitution, the 101st Amendment Act 2016 provides that every decision of GST Council shall be taken at a meeting by a majority not less than 3/4 of the weighted vote. അതായത് ഒരു 75% വോട്ട്, 4/3 ഭാഗത്തിന് വോട്ട് കിട്ടിയാലേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റൂ. വോട്ടിംഗ് the vote of central government shall have weightage of 1/3. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വോട്ടിന് 1/3 വോട്ടിൻ്റെ കാസ്റ്റ് ഉണ്ട്. വോട്ട് ഓഫ് ഓൾ സ്റ്റേറ്റ് ഗവൺമെൻറ്, എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ് കൂടി ചേർത്താൽ 2/3 വരുള്ളൂ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വോട്ടും പിന്നെ കുറേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ പാർട്ടി കുറേ സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു വോട്ടിന് കിട്ടും, ഒരു ആനുകൂല്യം ഈ GST കൗൺസിലിന് കിട്ടുന്നുള്ളതാണ്. പിന്നെ കോറമാണ് 1/2, അതായത് ഹാഫ് ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ GST. നമ്മൾ ഒരു മീറ്റിംഗ് കൂടണമെങ്കിൽ കോറം തികയ്ക്കണമല്ലോ. അപ്പോൾ മിനിമം വേണ്ടത് പകുതി ആൾക്കാരെങ്കിലും എത്ര എന്നുള്ളതാണ് GST കൗൺസിലിൽ, 1/2 ആണ്. ഇതൊരു ഡിസ്പ്യൂട്ട് മെക്കാനിസം ഉണ്ട്. തർക്കങ്ങൾ വരുമ്പം അത് പരിഹരിക്കാൻ ഡിസ്പ്യൂട്ട് മെക്കാനിസം GST കൗൺസിലുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഡിസ്പ്യൂട്ട് മെക്കാനിസം പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ 101st Amendment Act 2016 provide GST Council shall establish a mechanism to adjudicate any dispute between Government of India and one or more state, between Government of India of any state one side and one more state on the other side, ബിറ്റ്വീൻ 2 or more സ്റ്റേറ്റ്. അപ്പോൾ അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റും മറ്റ് സ്റ്റേറ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റും ഒരു സ്റ്റേറ്റും മറ്റേതെങ്കിലും സ്റ്റേറ്റ് തമ്മിൽ കച്ചറുണ്ടെങ്കിൽ, ഇന്ത്യൻ ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ് ഒരു ഭാഗത്തും മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ ഒരു തർക്കങ്ങളോ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ തമ്മിൽ മാത്രം തർക്കങ്ങളോ, ഈ 3 കാര്യങ്ങൾ എന്താണ് ഡിസ്പ്യൂട്ട് മെക്കാനിസം ഉണ്ട്, ആ പ്രശ്നപരിഹാരങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇനി GST കൗൺസിലിൻ്റെ റോൾ എന്തൊക്കെയാണ്? GST കൗൺസിലിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ GST കൗൺസിൽ വിൽ ഓവർസീ ടാക്സ് കളക്ഷൻ അറ്റ് എ exceed 13 trillion, 13 ട്രില്യൺ മുകളിൽ നിന്നാണ് ടാക്സ് കളക്ഷൻ, അത് ഓവർസീ ചെയ്യും. ഫർദർ ദ കൗൺസിൽ ഈസ് എമേർജിങ് ആസ് എ പ്ലാറ്റ്ഫോം where the members of 32 states and union territories are taking up key issues. അപ്പോൾ ഈ സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറിയൊക്കെ കീ ഇഷ്യൂസ് എടുക്കുന്നുണ്ടോ നോക്കാൻ ഒരു പ്ലാറ്റ്ഫോം കൂടിയാണെന്ത് GST കൗൺസിൽ. ഇനി പവർ ടു ഗ്രാൻഡ് എക്സംഷൻ ഫ്രം ടാക്സ്, അത് ടാക്സിന് എക്സംഷൻ കൊടുക്കാനുള്ള പവേഴ്സിനെ കുറിച്ചിട്ടാണ്. വേർ ദ ഗവൺമെൻറ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് സോ ടു ഡു, ഇറ്റ് മേ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ ബൈ നോട്ടിഫിക്കേഷൻ എക്സംപ്റ്റ് ജനറലി either absolutely or subject to such conditions may be specified. അതായത് ഇപ്പോൾ എന്തെങ്കിലും പ്രക്ഷോഭം നടക്കുകയാണ്, ഇപ്പോൾ തീരെ GST, ഇപ്പോൾ ഹോട്ടലിൽ സേവനങ്ങൾ GST പാടില്ല എന്ന് പറഞ്ഞാൽ ജനൊരു മൊത്തം പ്രക്ഷോഭങ്ങളായി കഴിഞ്ഞാൽ എന്താണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് എക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ആ ഒരു സേവനം ഹോട്ടൽ സേവനം ടാക്സ് ഇല്ലാതെ കൊടുക്കാനുള്ളൊരു എക്സെപ്ഷൻ കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് ഈ പറഞ്ഞ കൗൺസിൽ എടുക്കും, അതെന്താണ് അവരത് അതിനുവേണ്ടി റെക്കമെൻഡേഷൻ കൊടുക്കുന്നുള്ളതാണ്. പിന്നെ നോക്കും ഈ എക്സെപ്ഷൻ കൊടുക്കുന്നത് ഈ വേർ ദ ഗവൺമെൻറ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് സോ ടു ഡു, പബ്ലിക് ഇൻട്രസ്റ്റിന് താല്പര്യപ്രകാരമാണോ ചെയ്യുന്നത് നോക്കും. ദ ഗവൺമെൻറ് വേ ഇഫ് ഇറ്റ് കൺസിഡേഴ്സ് നെസസറി ഓർ എക്സ്പീഡിയൻറ്റ് സോ ടു ഡു ഇൻ ദ പേർപ്പസ് ഓഫ് ക്ലാരിഫൈങ് ദ സ്കോപ്പ് ഓർ ആപ്ലിക്കബിലിറ്റി ഇൻ എനി നോട്ടിഫിക്കേഷൻ. ഗവൺമെൻറ് എന്താണ് കൃത്യമായിട്ട് അത് ക്ലാരിഫൈ ചെയ്യും, അതിൻ്റെ എന്താണ് സ്കോപ്പ് നോക്കും, അതിൻ്റെ ആപ്ലിക്കബിലിറ്റി നോക്കും എന്നുള്ളതാണ്. ഈ ഒരു പോയിന്റിൽ ഫസ്റ്റ് സെൻറ്റൻസുകൾ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. പവർ ടു ഗ്രാൻഡ് എക്സംഷൻ ഫ്രം ടാക്സ്. ഇത് നോക്കുക, HSN എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. HSN എന്താണെന്ന് വെച്ചാൽ HSN സ്റ്റാൻഡ്സ് ഫോർ ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ എന്താണെന്ന് വെച്ചാൽ ഒരു നെയിമിംഗ് കൺവെൻഷൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഡാണ് നോമൻക്ലേച്ചർ എന്ന് വെച്ചാൽ.
വിച്ച് വാസ് ഡെവലപ്ഡ് ബൈ വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ. വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷനാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ HSN ചോദിച്ചാൽ എന്താണ്? HSN സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഹാർമണൈസ്ഡ് സിസ്റ്റം ഫോർ നോമൻക്ലേച്ചർ. അത് ഓരോ പേരുകൾക്ക് ചില കോഡ് പേരുകൾ കൊടുക്കാനാണ് അത് യൂസ് ചെയ്യുക. ഓക്കെ. So, in a systematic manner, HSN contains 6-digit uniform code that classifies 5,000 products, which is accepted worldwide. This type of classification is used for taxation purpose in identifying the rate of tax applicable to a product of a country. This code is also used to determine the quantum of item traded or imported all through a nation. അപ്പോൾ ഇത് HSN ചോദിക്കുകയാണെങ്കിൽ, SAC ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇത് ഏതാന്നുള്ളതാണ് HSN കോഡ്സ് ഇൻ ഇന്ത്യ. സോറി, HSN ചോദിക്കുകയാണ് ഇത് മാത്രം ഇതാ. പിന്നെ HSN കോഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. HSN വിൽ ബി അപ്ലിക്കബിൾ ഇൻ ഇന്ത്യ ആഫ്റ്റർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് GST. സോ HSN will be applicable in India after implementation of GST. India has already been using HSN system in the Central Excise Customs regime. അതായത് ചില ഗുഡ്സിനൊക്കെ ചില കോഡുകൾ കൊടുക്കലാണ് HSNൻ്റെ പണി ഇന്ത്യയിലുണ്ട്. അത് GST ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. ഓക്കെ. It is a much more detailed classification that added another 2-digit for 6-digit structure. There is a requirement to mention HSN code of items in tax invoice under GST. Then provisions related to HSN under GST are given. HSNൻ്റെ provisions ആണ് ത്രൂ നോട്ടിഫിക്കേഷൻ. അതൊക്കെ ഒന്ന് വെച്ച് നോക്കുക. പിന്നെ എന്താണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഓഫ് ഫിനാൻഷ്യൽ ഇയർ അപ് ടു 5 crore 4 digit ആണ് വരുന്നത്. മോർ ദാൻ 5 crore 6 digit. ഇമ്പോർട്ട് ഓൺ എക്സ്പോർട്ട് 8 digit. അത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പിന്നെന്താണ് അതിൽ ജസ്റ്റ് എന്താണ് ഇതിൻ്റെ ചില ഇൻവോയ്സുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അത് ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ HSN സ്ട്രക്ചർ നോക്കുക. HSN സ്ട്രക്ചർ കണ്ടെയ്ൻ 21 സെക്ഷൻസ്, 99 ചാപ്റ്റേഴ്സ്, 1,244 ഹെഡിങ്സ്, 5,224 സബ് ഹെഡിങ്സ്. അതിൽ ഓരോ സെക്ഷനിലും എന്താണ് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈച്ച് ചാപ്റ്റർ എന്താണ് ഹെഡിങ്ങുകളുണ്ട്. ഈച്ച് ഹെഡിങ്ങിന് എന്തുണ്ട് സബ് ഹെഡിങ്ങുകളുണ്ട്. ഈ സെക്ഷന് ചാപ്റ്റർ ടൈറ്റിലുണ്ട്. ഓക്കെ. പിന്നെ എന്താണ് ഹാങ്കർചീഫ് പിന്നെ എന്താണ് മെയ്ഡ് ഓഫ് ടെക്സ്റ്റൈൽ മാറ്റേഴ്സ് ആണെങ്കിൽ 621390. അപ്പോൾ അങ്ങനത്തെ ഒരു കോഡ് കൊടുത്തതാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കിട്ടും. ഫസ്റ്റ് 2 digit 62 റെപ്രസെൻറ്റ് ചാപ്റ്റർ നമ്പർ ആർട്ടിക്കിൾ ഓഫ് അപ്പാരൽ. അത് തുണിത്തരങ്ങൾ വരുന്നത് അപ്പാരൽ വരുന്നത് ആൻഡ് ക്ലോത്തിങ് ആക്സറിയാണ്. നോട്ട് നിറ്റഡ് ഓർ ക്രോച്ച്ഡ്, അതായത് എന്താണ് അത് തയ്ച്ച സാധനമല്ല, ഒരു തുണി കഷ്ണമാണല്ലോ. നെക്സ്റ്റ് 213 എന്താണ് റെപ്രസെൻറ്റ് ദ ഹെഡിങ് നമ്പർ 4 ഹാങ്കർ ചീഫിനുള്ള നമ്പറാണിത്. ഇത് എന്താണ് തുണിത്തരങ്ങൾക്കുള്ളതാണ്. എന്താണ് അപ്പാരൽ എന്ന് വെച്ചാൽ തുണിത്തരങ്ങളാണ്. അപ്പോൾ ഹാങ്കർ ചീഫ് തുണിത്തരങ്ങളിൽ വരുന്നതാണ്. 13 ഹാങ്കർ ചീഫുകൾക്കുള്ളതാണ്. പിന്നെ എന്താണ് 90 എന്ന് സൂചിപ്പിക്കുന്നു. ഫൈനലി ദ ലാസ്റ്റ് 2 digit 90 ഈസ് ദ പ്രൊഡക്റ്റ് കോഡ് ഓഫ് ഹാങ്കർ ചീഫ്. ഹാങ്കർ ചീഫിൻ്റെ പ്രൊഡക്റ്റ് കോഡാണ്. ഇനി സർവീസ് അക്കൗണ്ടിങ് കോഡാണ്. അതെന്താണ് SAC. അപ്പോൾ SAC എന്ന് വെച്ചാൽ ലൈക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് ആർ ഓൾസോ ക്ലാസിഫൈഡ് യൂണിഫോംലി ഫോർ റെക്കഗ്നീഷൻ, മെഷർമെൻറ്റ് ആൻഡ് ടാക്സേഷൻ. കോഡ്സ് ഫോർ സർവീസ് ഇസ് കോൾഡ് സർവീസ് അക്കൗണ്ടിങ് കോഡ്. അതായത് നമ്മൾ നേരത്തെ HSN ഗുഡ്സിനാണെങ്കിൽ SAC എന്നാണ് ഈ പറയുന്ന സർവീസിനുള്ള കോഡുകളാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. ബാക്കി നമുക്ക് എന്താണ് അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.